നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. നാടെങ്ങും ഓണാഘോഷം. അത്തപ്പൂക്കളമിട്ടും ഓണപ്പാട്ട് പാടിയും സന്തോഷം പങ്കിട്ട് മലയാളി. നാളെ ഉത്രാടം. വ്യാജ ലൈംഗിക പീഡന പരാതി നൽകുന്നവരെ ജയിലിൽ അടയ്ക്കണമെന്ന് സജി മഞ്ഞക്കടമ്പിൽ. വിവിധ ആവശ്യങ്ങളുമായി നാളെ തിരുനക്കര പാടി സപ്ലൈകോ ഓഫീസുകൾക്ക് മുന്നിൽ ജനകീയ പ്രതിരോധം. മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജയന്തി ശനിയാഴ്ച. പൊൻകുന്നത്ത് വൈകിട്ട് ഘോഷയാത്രയും അനുസ്മരണ സമ്മേളനവും. തിരുവോണത്തോണിയേറാൻ കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്തു നിന്നും ഭട്ടതിരി പുറപ്പെട്ടു. തിരുവാറന്മുളയപ്പന് തിരുവോണസദ്യക്കുള്ള വിഭവങ്ങളുമായി വെള്ളിയാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിലെത്തും. വാർത്തകൾ വിശദമായി. ചിറക്കടവ് പഞ്ചായത്ത് ഓഫീസിൽ ഓണാഘോഷം വിപുലമായി നടത്തി. അത്തപ്പൂക്കളമിട്ടും ഓണപ്പാട്ടുകൾ പാടിയും ഓണസദ്യയുണ്ടും ജനപ്രതിനിധികളും ജീവനക്കാരും ആഘോഷം കളറാക്കി. നാടാകെ ഓണാഘോഷം പൊടിപൊടിക്കുമ്പോൾ ചിറക്കടവ് പഞ്ചായത്ത് ഓഫീസിലും ഓണാഘോഷം വിപുലമായി. പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് ഓഫീസിനു മുന്നിൽ മനോഹരമായ പൂക്കളം ഒരുക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ആഘോഷങ്ങൾക്ക് തിരിതെളിച്ചു. തുടർന്ന് ഓണപരിപാടികൾ നടന്നു. പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും കുടുംബശ്രീ അംഗങ്ങളും ഓണപ്പാട്ടുകൾ പാടി. കസേരകളി, സുന്ദരിക്ക് പൊട്ടുകുത്തൽ തുടങ്ങിയ ഇനങ്ങളിലും ആഹ്ലാദത്തോടെ അംഗങ്ങൾ പങ്കുചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് CR ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, ആന്റണി മാർട്ടിൻ, ഷാക്കി സജീവ്, ശ്രീലത സന്തോഷ്, അമ്പിളി ശിവദാസ്, NT ശോഭന തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വെളിച്ചെണ്ണ വിലയുടെ കുതിപ്പിന് സർക്കാർ ഇടപെടലിലൂടെ കടിഞ്ഞാണിടാൻ കഴിഞ്ഞെങ്കിലും വില താഴാതെ ഉപ്പേരി വില. വെളിച്ചെണ്ണയിൽ വറുത്തത് എന്ന പേരിൽ വിൽക്കുന്ന ഉപ്പേരിക്കും വലിയ വിലയാണ് ഈടാക്കുന്നത്. വെളിച്ചെണ്ണ വില താഴ്ന്നുവെങ്കിലും താഴാതെ ഉപ്പേരി വില. വെളിച്ചെണ്ണയിൽ വാർത്തത എന്ന പേരിൽ വിൽക്കുന്ന ഉപ്പേരിക്ക് 460 രൂപ മുതൽ 600 രൂപ വരെ ഈടാക്കുന്നുണ്ട്. ശർക്കര വരട്ടിക്കും സമാന വിലയാണ്. വെളിച്ചെണ്ണ വില റെക്കോർഡിൽ കുറിച്ചതോടെ കഴിഞ്ഞ ഓണത്തിനേക്കാൾ ശർക്കര വരട്ടിക്കും ഉപ്പേരിക്കും ഇരട്ടി വില കൂട്ടുകയാണ്. എന്നാൽ കായ്വില കുറഞ്ഞിട്ടില്ല. എത്രയിടങ്ങളിൽ ഉപ്പേരി വെളിച്ചെണ്ണയിൽ വറക്കുന്നു എന്നതിനുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരവും ലഭ്യമല്ല. എണ്ണയ്ക്കും ഉപ്പേരിക്കും വില കൂടിയതിൻ്റെ നേട്ടം കച്ചവടക്കാർക്ക് മാത്രമാണെന്ന് കർഷകർ പറയുന്നു. അധ്വാനിച്ചും പണം മുടക്കിയും ഓണവിപണി ലക്ഷ്യമിട്ട് വാഴ നട്ട കർഷകർക്ക് ഇക്കൊല്ലവും നേട്ടങ്ങളൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഓണത്തിന് ഏത്തക്കുല വില 70 രൂപ ആയിരുന്നു. ഇക്കൊല്ലം പച്ച ഏത്തക്കായ്ക്ക് 42 രൂപയാണ്. ചിലയിടങ്ങളിൽ 35 രൂപയും. വലിപ്പവും തൂക്കവും ഇക്കൊല്ലം കുറവാണെന്നും കർഷകർ പറയുന്നു. സ്വന്തം അടുക്കളയിൽ വറുത്തു കോരുന്നു എന്ന് പറഞ്ഞ് പലയിടങ്ങളിലും വിൽക്കുന്നത് പാലക്കാട്, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും വലിയ തോതിൽ വില കുറച്ച് എത്തിയ ഉപ്പേരിയാണ്. സൂര്യകാന്തി, പാം ഓയിൽ എന്നിവയിൽ ഉപ്പേരി തയ്യാറാക്കിയ ശേഷം വെളിച്ചെണ്ണയിൽ വറുത്തതാണെന്ന് വ്യാജേന വിറ്റ് ലാഭമുണ്ടാക്കുന്നവരും കുറവല്ല. ഇത്തവണ ഭൂരിഭാഗം ആളുകളും ഉപ്പേരി വീടുകളിൽ തന്നെ വറുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കായവില കുറഞ്ഞത് അനുകൂല ഘടകമായി ഇവർ പറയുന്നു. പച്ചക്കറി കടകളിലും ഓണം മാർക്കറ്റുകളിലും ഇത്തവണ പച്ചക്കായ വിൽപ്പന കുതിച്ചിട്ടുണ്ട്. അല്പം ബുദ്ധിമുട്ടിയാലും രുചിയുള്ളതും മായമില്ലാത്തതുമായ ഉപ്പേരി കഴിക്കാമെന്ന ചിന്തയും ഉപ്പേരി വറുക്കുവാൻ പലരെയും പ്രേരിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാല. തിരുവാറന്മുളയപ്പന് തിരുവോണസദ്യക്കുള്ള വിഭവങ്ങളുമായി പുറപ്പെടുന്ന തിരുവോണത്തോണിയുടെ അകമ്പടി തോണി കുമാരനെല്ലൂരിൽ നിന്നും പുറപ്പെട്ടു. ഇളമുറക്കാരനായ അനൂപ് നാരായണൻ ഭട്ടതിരിയാണ് തിരുവോണത്തോണിയേറാൻ പുറപ്പെട്ടത്. ആചാരപ്പെരുമയിൽ തിരുവോണത്തോണിയുടെ അകമ്പടി ചുരുളൻ വള്ളം കുമാരനെല്ലൂർ മങ്ങാട്ടുകടവിൽ നിന്നും പുറപ്പെട്ടു. മങ്ങാട്ടില്ലം അനൂപ് നാരായണ ഭട്ടതിരിയാണ് അകമ്പടി വള്ളത്തിൽ യാത്ര ചെയ്യുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഓണസദ്യയ്ക്ക് വിഭവങ്ങൾ എത്തിക്കാനാണ് കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്തെ ഭട്ടതിരി പുറപ്പെട്ടത്. ജനപ്രതിനിധികൾ, NSS കരയോഗം പ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ കടവിൽ എത്തി. കുമാരനെല്ലൂർ മഴുവഞ്ചേരിൽ രാധാകൃഷ്ണൻ നായർ, ചന്ദ്രൻ താഴത്തേക്കൂറ്റ്, ചന്ദ്രശേഖരൻ തറയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭട്ടതിരിയെ കടവിലേക്ക് ആനയിച്ചത്. തുടർന്ന് കരക്കാരോട് യാത്ര പറഞ്ഞ് ഭട്ടതിരി പുറപ്പെട്ടു.
കാട്ടൂരിൽ നിന്നും നാളെ തിരുവോണത്തോണിയിൽ ആറന്മുളയ്ക്ക് ഓണവിഭവവുമായി പുറപ്പെടും. കാട്ടൂർ വരെ ഈ ചുരുളൻ വള്ളത്തിലാണ് യാത്ര ചെയ്യുന്നത്. മങ്ങാട്ട് കടവിൽ നിന്നും തോട്ടിലൂടെ മീനച്ചിനാറ്റിലെത്തി തുടർന്ന് വേമ്പനാട്ട് കായലിലൂടെയാണ് യാത്ര. തുടർന്ന് പമ്പയിലൂടെ കാട്ടൂരിലെത്തും. US-ൽ ജോലി ചെയ്യുന്ന അനൂപ് നാരായണ ഭട്ടതിരി അവധിയെടുത്താണ് പാരമ്പര്യ ചുമതലയിൽ കണ്ണിയായത്. പാരമ്പര്യ വഴിയിൽ അച്ഛനും ഇളയച്ഛനും ശേഷമാണ് ഈ നിയോഗം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ പത്തനംതിട്ട ജില്ലയിലെ കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടുത്തെ അന്നത്തെ മുത്തശ്ശൻ തിരുവാറന്മുള ഭക്തനായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും തിരുവോണ നാളിൽ കാലുകഴിച്ചൂട്ട് നടത്തുക എന്നൊരു ചടങ്ങ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ കാലുകഴിച്ചൂട്ടിനാരും എത്താതെ വരികയും ഇദ്ദേഹം വളരെയധികം വിഷമത്തോടു കൂടി പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഒരു ബാലൻ വന്ന് ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ഇദ്ദേഹം വളരെയധികം സന്തോഷപൂർവ്വം ആചരിച്ചിരുത്തി ഭക്ഷണം കൊടുത്ത് പോകാൻ നേരത്ത് ബാലൻ പറഞ്ഞു, എനിക്ക് അവിടുത്തെ അതിഥേയത്വം വളരെയധികം ഇഷ്ടമായി, എല്ലാ വർഷവും ഇനി ഞാൻ അവിടുത്തെ കൈകൊണ്ട് ഊണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് മടങ്ങിയത്. പിറ്റേ വർഷം ഓണത്തിന് മുൻപ് മുത്തശ്ശനൊരു സ്വപ്നദർശനം ഉണ്ടായി. സാക്ഷാൽ തിരുവാറന്മുളയപ്പൻ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇനി തൊട്ട് എല്ലാ തിരുവോണത്തിനും ഇവിടെ എന്നെ വന്ന് കാണുക, അവിടുത്തെ കൈകൊണ്ട് വേണം എനിക്ക് അന്നത്തെ അന്നം എന്നുള്ള രീതിയിൽ പറഞ്ഞ് മടങ്ങുകയാണ് ഉണ്ടായത്. കാലക്രമേണ നമ്മൾ കോട്ടയത്തിന് മാറിയെങ്കിലും ഇന്നും ചിങ്ങമാസത്തിലെ മൂലം നാളിൽ ഇവിടുന്ന് പുറപ്പെട്ട് ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ കാട്ടൂരുന്ന വിഭവങ്ങളുമായിട്ട് തിരുവോണത്തോണിയിലേറി തിരുവോണത്തിൻ്റെ അന്ന് വെളുപ്പിന് എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ. ഉത്രാടം നാൾ പുലർച്ചെ പുറപ്പെട്ട് ഉച്ചയ്ക്ക് ശേഷം ഭട്ടതിരി കാട്ടൂരിൽ എത്തിച്ചേരും. അവിടെ വെച്ച് പുന്നെല്ലിന്റെ അരിയും ഓണവിഭവങ്ങളും അവിടെ തയ്യാറാക്കിയിട്ടുള്ള തിരുവോണത്തോണിയിൽ നിറയ്ക്കും. തുടർന്ന് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദീപാരാധന തൊഴുത് അവിടെ നിന്നും ഭദ്രദീപവുമായി ആഘോഷപൂർവ്വം തിരുവോണത്തോണിയിൽ ആറന്മുളയ്ക്ക് തിരിക്കും. കരക്കാരുടെ പള്ളിയോടങ്ങൾ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കും. തിരുവോണ ദിവസം കാട്ടൂരിൽ നിന്നും കൊണ്ടുവന്ന വിഭവങ്ങൾ കൊണ്ട് ആറന്മുളയപ്പന് ഓണസദ്യ തയ്യാറാക്കും. വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം ചെലവ് മിച്ചം തുക കാണിക്ക് അർപ്പിച്ച ശേഷം ഭട്ടതിരി തിരികെ കുമാരനെല്ലൂരിലേക്ക് മടങ്ങും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വ്യാജ ലൈംഗിക പീഡന പരാതി നൽകുന്നവരെ ജയിലിൽ അടയ്ക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് സജി മഞ്ഞക്കടമ്പിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാളെ രാവിലെ തിരുനക്കര പാടി സപ്ലൈകോ ഓഫീസുകൾക്ക് മുന്നിൽ ജനകീയ പ്രതിരോധം തീർക്കുമെന്നും സജി മഞ്ഞക്കടമ്പിൽ കോട്ടയത്ത് പറഞ്ഞു. വ്യക്തികൾക്കെതിരെ വൈരാഗ്യം തീർക്കാനും രാഷ്ട്രീയ ലക്ഷ്യത്തോടും കൂടെ ആസൂത്രിതമായി വ്യാജ പരാതി നൽകുന്ന ക്രിമിനലുകളെ ജയിലിലടയ്ക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ജനപ്രിയ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി വ്യാജ ലൈംഗിക ആരോപണം ഉയർന്നതും മൂന്നാർ ഗവൺമെന്റ് കോളേജ് അധ്യാപകൻ ആയിരുന്ന ആനന്ദ് വിശ്വനാഥിനെതിരെ കോപ്പിയടി പിടിച്ചതിന്റെ വൈരാഗ്യം തീർക്കാൻ വ്യാജ ലൈംഗികാരോപണം കോപ്പിയടി പിടിക്കപ്പെട്ട വിദ്യാർത്ഥിനികൾ ഉന്നയിച്ചതും ഇത് കെട്ടിച്ചമച്ചതാണെന്ന് തൊടുപുഴ സെഷൻസ് കോടതി കണ്ടെത്തുകയും ചെയ്ത കാര്യം സജി മഞ്ഞക്കടമ്പിൽ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. പീഡനമേൽക്കുന്ന ആൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും തുല്യനീതി ഉറപ്പാക്കണമെന്നും കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി അല്ലാതെ നമുക്കിതിനെയൊക്കെ നോക്കിക്കാണാൻ സാധിക്കണം. ആര് ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാലും അവരെ എന്തായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതുപോലെ ഒരു വിഭാഗത്തിന് മാത്രം എന്തും ചെയ്യാം, അവർക്ക് എന്തിൽ അന്വേഷണമില്ല, കേസില്ല, മറുവിഭാഗം എന്തെങ്കിലും ചെയ്താൽ അപ്പോഴേ അന്വേഷണമായി കേസായി അറസ്റ്റ് എന്ന ആ ഒരു പരിപാടി നമ്മുടെ കേരളത്തിൽ അവസാനിച്ചില്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ രംഗം അത് മലീമസമാകും. അത് ഏത് ഗവൺമെന്റ് ഇരുന്നാലും, UDF ഗവൺമെന്റ് ഇരുന്നാലും LDF ഗവൺമെന്റ് ഇരുന്നാലും ഈ കാര്യത്തിൽ ജാഗ്രത ഉണ്ടാവണം. ഈ ആവശ്യം ഉന്നയിച്ച് വ്യാഴാഴ്ച രാവിലെ 10:30 തിരുനക്കര പാടി സപ്ലൈകോ ഓഫീസുകൾക്ക് മുന്നിൽ തൃണമൂൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധം നടത്തുമെന്നും സജി മഞ്ഞക്കടമ്പിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവോണ ദിനത്തിൽ പച്ചക്കറി അരിഞ്ഞ് നേരം കളയാതിരിക്കാൻ പാമ്പാടിയിൽ റെഡി ടു കുക്ക് തയ്യാറായി. ഇവിടെ ആവശ്യക്കാർക്കായി പച്ചക്കറികൾ അരിഞ്ഞ് തയ്യാറാക്കി കഴിഞ്ഞു. ബുക്ക് ചെയ്തവർക്കായി നാളെ ഉത്രാട ദിനത്തിൽ ഉച്ചകഴിഞ്ഞ് കിറ്റുകൾ വിതരണം ചെയ്യും. ഓണമായാൽ പച്ചക്കറി അരിയൽ ഒരു പണി തന്നെയാണ്, ഏറെ സമയനഷ്ടവും. ഇതിന് പരിഹാരം കണ്ടിരിക്കുകയാണ് പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് റെഡി ടു കുക്കിലൂടെ. ആവശ്യമായ പച്ചക്കറികൾ അരിഞ്ഞ് കിറ്റായി ആവശ്യക്കാർക്ക് ഇവിടെ ലഭിക്കും. 3 മാസം മുൻപ് തുടങ്ങി ഹിറ്റായ റെഡി ടു കുക്ക് വിപണന കേന്ദ്രത്തിൽ അരിഞ്ഞ് തയ്യാറാക്കിയ പച്ചക്കറികൾ ഇക്കുറി തിരുവോണ സദ്യയുടെ ഭാഗമാകും. അവിയൽ, സാമ്പാർ, മെഴുക്കുപുരട്ടി തുടങ്ങിയവയ്ക്കുള്ള 1/2 കിലോ കിറ്റുകളും ലഭ്യമാണ്. 1/2 കിലോ വീതമുള്ള സാമ്പാർ, അവിയൽ കിറ്റുകൾക്ക് 70 രൂപ വീതമാണ് ഈടാക്കുന്നത്.
1/4 കിലോ തേങ്ങ ചിരകിയതിന് 70 രൂപ നൽകണം. ഇവിടെ നിന്നും ബുക്ക് ചെയ്തവർക്കുള്ള ഓണം സ്പെഷ്യൽ പച്ചക്കറി കൂട്ടുകൾ നാളെ ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 5 മണി വരെ വിതരണം ചെയ്യും. അവിയലിനും സാമ്പാറിനും 1 കിലോ വീതം പച്ചക്കറികളും മെഴുക്കുപുരട്ടിക്കുള്ളത് 1/2 കിലോയും ഏത്തക്കായും ഉൾപ്പെടുന്ന കിറ്റാണ് ഓണം സ്പെഷ്യൽ. 12 പേർക്കുള്ള സദ്യവിഭവങ്ങൾ അടങ്ങിയ കിറ്റിന് 749 രൂപയാണ് വില. വീട്ടമ്മമാരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോജോ സാമുവൽ പറഞ്ഞു. ഇത് ആളുകൾക്ക് ഒരു ഓണ സമ്മാനമായിട്ടാണ് റെഡി ടു കുക്ക് പച്ചക്കറി പദ്ധതി ഇവിടെ ബാങ്ക് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത് ആളുകളിൽ നിന്നും വളരെ നല്ല പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്കും കുടുംബിനികളുമായ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് ഓഫീസിനോട് ചേർന്ന കാർഷിക വികസന വിപണന കേന്ദ്രത്തിലാണ് അരിഞ്ഞ പച്ചക്കറികൾ പാക്ക് ചെയ്യുന്നത്. ശുദ്ധമായ പച്ചക്കറികൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ഭരണസമിതി അംഗം KV തോമസ് പറഞ്ഞു. ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇതോടൊപ്പം പല സഹകരണ സ്ഥാപനങ്ങളുടെ പല വ്യഞ്ജനങ്ങൾ നമ്മൾ മിതമായ നിരക്കിൽ MRPയിലും കുറഞ്ഞ റേറ്റിലാണ് നമ്മളിപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും സഹകാരികൾക്ക്, ഈ പാമ്പാടിലെ ജനങ്ങൾക്ക്, ഈ റോഡ് വഴി പോകുന്ന ഓരോ വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങളിലേക്ക് ഈ ഓണത്തിന് വളരെ മിതമായ നിരക്കിൽ അവർക്ക് ഈ സാധനങ്ങൾ ലഭിക്കുന്നതിനും അവരുടെ ഓണം വളരെ ഐശ്വര്യപൂർണമായി അവർക്ക് ആഘോഷിക്കുന്നതിനും പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് പ്രതിജ്ഞാബദ്ധമാണ്. ആ പ്രവർത്തനമാണിപ്പോൾ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അരിയുന്നത് മുതൽ ശീതീകരിച്ച് സൂക്ഷിക്കുന്നതിനാൽ ഫ്രഷായി തന്നെ ഉപഭോക്താക്കൾക്ക് പച്ചക്കറികൾ ലഭിക്കും. സഹകരണ സ്ഥാപനങ്ങളുടെ പല വ്യഞ്ജനങ്ങളും മിതമായ നിരക്കിൽ ഇവിടെ ലഭിക്കും. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. KPMS കാഞ്ഞിരപ്പള്ളി യൂണിയന്റെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജയന്തി ശനിയാഴ്ച ആഘോഷിക്കും. പൊൻകുന്നത്ത് വൈകുന്നേരം 4 മണിക്ക് KVMS കവലയിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കും. 5 മണിക്ക് രാജേന്ദ്ര മൈതാനിയിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് കാഞ്ഞിരപ്പള്ളി യൂണിയൻ സെക്രട്ടറി രജുമോൻ PK വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KPMSന്റെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ഔട്ടാഘോഷം 2025 സെപ്റ്റംബർ 6 കാഞ്ഞിരപ്പള്ളി യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ്. കാഞ്ഞിരപ്പള്ളി യൂണിയൻ കമ്മിറ്റി പൊൻകുന്നം രാജേന്ദ്ര മൈതാനിയിൽ നടക്കുന്ന ഇതിലെ പൊതുസമ്മേളനം പൂഞ്ഞാർ MLA ശ്രീ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഉദ്ഘാടനം ചെയ്യും. ഞങ്ങൾ ഒരു 4 മണിക്ക് KVMS ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര വിവിധ കലാപരിപാടികളോടും വിവിധ വാദ്യമേളങ്ങളോടും ഒക്കെ നടത്തുന്ന ഘോഷയാത്ര രാജേന്ദ്ര മൈതാനിയിലെത്തി അവിടെ തയ്യാറാക്കിയിരിക്കുന്ന സ്റ്റേജിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ചെണ്ടുമല്ലി കൃഷിയിൽ 100 മേനി കൊയ്ത് പാല മുരിക്കുപുഴ സ്വദേശി അജിത്തും ഭാര്യ രമ്യയും 4000-ഓളം ചെടികളാണ് ഇവർ നട്ടത്. കണ്ണിനും മനസ്സിനും കുളിർമയേകി ചെണ്ടുമല്ലി പൂപ്പാടം. മുരിക്കുമ്പുഴ സ്വദേശി അജിത് പനക്കലും ഭാര്യ രമ്യയും 4 വയസ്സുകാരൻ മകൻ ആദിദേവും ചേർന്നൊരുക്കിയത് ചെണ്ടുമല്ലി വസന്തമാണ്. വീടിന് സമീപത്ത് തന്നെ പാട്ടത്തിനെടുത്ത 60 സെന്റ് സ്ഥലത്ത് 4000-ഓളം ചെണ്ടുമല്ലി ചെടികൾ പൂവിട്ടത് മനോഹരമായ കാഴ്ചയാണ്. ഓറഞ്ച്, മഞ്ഞ നിറത്തിലുള്ള ചെണ്ടുമല്ലി ചെടികളാണ് ഓണത്തിന് പൂക്കളം ഒരുക്കുന്നതിനായി പൂവിട്ടത്. സാധാരണ പൂപ്പാടങ്ങൾ കാണുന്നതിന് അന്യ സംസ്ഥാനങ്ങളിൽ പോകേണ്ടിയിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുമെന്നും പൂക്കൾ സുലഭമായി ലഭിക്കുമെന്നും ചെണ്ടുമല്ലി കൃഷിയിലൂടെ അജിത്തും കുടുംബവും തെളിയിച്ചിരിക്കുകയാണ്. പൂവെല്ലാം വിരിഞ്ഞ് നമുക്ക് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ കടയിൽ കൊടുക്കുന്നതിനേക്കാളും വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെയാണ് നമ്മൾ പൂ ഇവിടെ കൊടുക്കുന്നത്. കാരണം വെച്ചാൽ സാധാരണ കടയിൽ കിട്ടുന്നതിനേക്കാളും വലിയ പൂവാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്.
അപ്പോൾ അത് തന്നെ വലിയൊരു സന്തോഷം നൽകുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പാടം ഈ ബന്ദിപ്പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. സാധാരണ ബന്ദിപ്പാടം കാണാനായിട്ട് തമിഴ്നാട്ടിലെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഈ അയലോക്കത്തുനിന്നും അല്ലെങ്കിൽ ദൂരദേശത്തുള്ള ആൾക്കാർ വന്ന് കാണാനും എല്ലാം ഒരുപാട് പേര് വരുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ പൂക്കൾ നിത്യോപയോഗ സാധനമാണെങ്കിൽ കേരളത്തിൽ ഓണാഘോഷങ്ങൾക്കും ഉത്സവങ്ങൾ, കേറിത്താമസം എന്നീ ആഘോഷങ്ങൾക്കും മാത്രമാണ് ചെണ്ടുമല്ലിയും മറ്റു പൂക്കളും ഉപയോഗിക്കുന്നത്. അജിത്തിന്റെ ഭാര്യയും പ്രവാസിയുമായിരുന്ന രമ്യയുടെ നേതൃത്വത്തിലാണ് കൃഷി. മാർഗനിർദ്ദേശങ്ങളുമായി പാലാ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും ഉണ്ട്. കൂടാതെ ഈ പ്രാവശ്യം ഓണസദ്യ ഉണ്ണാൻ നാടൻ വാഴയിലയും അജിത്ത് വിപണിയിൽ എത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. ഓണക്കാലത്തെങ്കിലും വിപണിയിൽ ഇടപെട്ട് വില നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ കേരളം രാജ്യത്ത് തന്നെ ഒന്നാമതെത്തിയിരിക്കുകയാണെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും മുൻപന്തിയിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിലക്കയറ്റത്തിന്റെ കൊടുമുടിയിൽ കേരളം നിൽക്കുമ്പോഴും ഈ തിരുവോണ സമയത്ത് പോലും സംസ്ഥാന ഗവൺമെൻറ് വിപണിയിൽ ഇടപെടാത്തത് തീർച്ചയായിട്ടും വേദനാജനകമാണ്. അടിയന്തരമായി വിപണിയിൽ ഇടപെട്ടുകൊണ്ട് ഇവിടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറച്ചു കൊടുക്കുവാൻ അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഇന്ന് കൃഷിക്കാർ കാർഷിക വിളകളുടെ വില തകർച്ച കൊണ്ട് കൃഷിക്കാർ ബുദ്ധിമുട്ടുന്നു. നെൽകർഷകന് നെല്ല് കൊടുത്തതിൻ്റെ വില ലഭിച്ചിട്ടില്ല. എല്ലാ തരത്തിലും ജനങ്ങൾ ആത്മഹത്യയുടെ ഒരു വക്കിൽ നിൽക്കുമ്പോൾ ഗവൺമെൻറ് നിസ്സംഗത അവസാനിപ്പിച്ചുകൊണ്ട് അടിയന്തരമായി വിപണിയിൽ ഇടപെടണമെന്ന് ഈ അവസരത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. 1 കിലോയിലധികം കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി പാല ഉഴവൂരിനടുത്ത് പോലീസ് പിടിയിലായി. പശ്ചിമ ബംഗാൾ കാട്ടിഗ്രാം സ്വദേശി അനാറുൾ സെയ്ഖാണ് രാമപുരം പോലീസിന്റെ പിടിയിലായത്. നൈറ്റ് പെട്രോളിംഗിനിടെയാണ് ഇയാളെ പിടിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. റിട്ടയർമെന്റ് ഹോമിൽ കഴിയുന്ന വയോധികയെ കബളിപ്പിച്ച് സ്വർണവും പണവും തട്ടിയ യുവാവ് അറസ്റ്റിൽ. പെരുവ കരുവമാക്കൽ KS ശ്രീജിത്തിനെയാണ് പാലാ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുടക്കച്ചിറ ഡിവൈൻ മേഴ്സി റിട്ടയർമെന്റ് ഹോമിൽ കഴിയുന്ന വയോധികയുമായി പരിചയപ്പെട്ടാണ് തട്ടിപ്പ് നടത്തിയത്. അമ്മയുടെ ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് പലപ്പോഴായി മാലയും വളയും മോതിരവും സ്വർണ്ണക്കുരിശും ഉൾപ്പെടെ 8 പവന്റെ ആഭരണങ്ങൾ ഇയാൾ തട്ടിയെടുത്തു. വയോധികയുടെ പരാതിയിൽ വിശ്വാസവഞ്ചനയ്ക്ക് കേസെടുത്ത പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടെങ്ങും ഓണാഘോഷം. അത്തപ്പൂക്കളമിട്ടും ഓണപ്പാട്ട് പാടിയും സന്തോഷം പങ്കിട്ട് മലയാളി. നാളെ ഉത്രാടം. വ്യാജ ലൈംഗിക പീഡന പരാതി നൽകുന്നവരെ ജയിലിൽ അടയ്ക്കണമെന്ന് സജി മഞ്ഞക്കടമ്പിൽ. വിവിധ ആവശ്യങ്ങളുമായി നാളെ തിരുനക്കര പാടി സപ്ലൈകോ ഓഫീസുകൾക്ക് മുന്നിൽ ജനകീയ പ്രതിരോധം. മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജയന്തി ശനിയാഴ്ച. പൊൻകുന്നത്ത് വൈകിട്ട് ഘോഷയാത്രയും അനുസ്മരണ സമ്മേളനവും. തിരുവോണത്തോണിയേറാൻ കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്തു നിന്നും ഭട്ടതിരി പുറപ്പെട്ടു. തിരുവാറന്മുളയപ്പന് തിരുവോണസദ്യക്കുള്ള വിഭവങ്ങളുമായി വെള്ളിയാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിലെത്തും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.